Good morning. ഞാനിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിനിലാണ്. ഞാനിവിടെ ഒരു ഹെറിറ്റേജ് വാക്ക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എൻ്റെ കൂടെ ദിയയുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ ജേക്കബിൻ്റെ കുട്ടികളുണ്ട് കൂടെ. അപ്പോൾ ഇവിടെ ഇതൊരു ഹെറിറ്റേജ് വാക്കാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൂറിസ്റ്റ് ഗൈഡുകളാണ് ഇതിപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇതിലെ കുറച്ച് ചരിത്ര പ്രധാനമുള്ള പല സ്ഥലങ്ങളും കവർ ചെയ്ത് ഇവിടെ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെറിറ്റേജ് വാക്ക് സംഘടിപ്പിക്കുന്നത്. കൂടുതൽ കാഴ്ചകളൊക്കെ രാജേഷ്, എന്താണ് ഈ ഒരു ഹെറിറ്റേജ് വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സാറേ, കൊച്ചിയുടെ പഴയ ഒരു പൈതൃകം വീണ്ടെടുക്കാനും കൊച്ചിയുടെ പൈതൃക സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയും വെച്ചിട്ടുണ്ടാണ് ഈ സ്ഥലം വീണ്ടും നമ്മൾ ഹെറിറ്റേജ് വാക്ക് നടത്തുന്നത്. കാരണം കൊച്ചിക്ക് ധാരാളം ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ കൊച്ചി. അപ്പോൾ ഓരോ ലാൻഡ്മാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അവിടെ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് നടത്താൻ പറ്റുമെന്നും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നും മനസ്സിലാക്കാനും അത് റെക്കോർഡ് ചെയ്യാനും അത് ഗവൺമെൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ടുമാണ് ഗവൺമെൻറ്റിൻ്റെയും ഇവിടുത്തെ ലോക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെയും ഒരു പ്രോജക്റ്റാണ് ഈ ഹെറിറ്റേജ് വാക്ക്. ഹിസ്റ്റോറിക്കൽ സൈൻ ബോർഡ് ഈ ബിൽഡിങ്ങിൻ്റെ പഴയ ഇതൊരു ഏകദേശം ചെറിയൊരു പോർട്ടുഗീസ് സ്റ്റൈലുള്ള ആർക്കിടെക്ചറാണിത്. നോട്ട് ഫുള്ളി ബട്ട് ആൾമോസ്റ്റ് പോർട്ടുഗീസ് സ്റ്റൈലാണ്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഇപ്പോൾ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോടതിയിൽ ഇരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലുള്ള ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടൂറിസ്റ്റുകളും അല്ല മറ്റ് യാത്രക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ പ്രോപ്പറായിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടോയ്ലറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്തോ. സാറേ, ഈ ലേഡീസിൻ്റെ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഈ ഡ്രസ്സ് മാറ്റാനോ എന്തെങ്കിലും വെക്കാനോ ബാഗ് വല്ലതും വെക്കാനോ അവരൊരു വല്ലാത്ത ടഫാണ്. അതിന് പോലും സ്പേസ് ഇല്ലാതെയൊക്കെയാണ് ഇവർ ഡിസൈൻ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ വികലാംഗരുടെ ആ സ്ഥലത്താണ് ഇരിക്കുന്നത്. ഒറിജിനലി ഇറ്റ് ഈസ് പ്ലാൻ ഫോർ ഇത്. അത് ബ്ലോക്ക് ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കറക്റ്റായിട്ടൊരു ഒരു സൈനേജ് ഇല്ല, ജെൻസ് ലേഡീസ് എന്നുള്ളത്. അത് മുകളിൽ കൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. അത് കറക്റ്റായിട്ട് ആ പിക്ചർ കാണിക്കുക, എന്നിട്ട് ഹൈജീനൊക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളിത് പോകാൻ ഇഷ്ടപ്പെടുമോ ഇവിടെ? നോ. സോ ദാറ്റ് ഈസ് ദ റിയാലിറ്റി. അപ്പോൾ അത് തന്നെ ഇവൻ്റെ ഒരു 7 അതിനകത്തുള്ളത് ഇത് ഒരു വീടാണ്, ഫേണാണ്. ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ദി ട്രീ ഈ കാണുന്നത്. പക്ഷെ നല്ലൊരു ഫോട്ടോഗ്രാഫിക്ക് താഴെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, താഴെ ഇരുന്നിട്ട് മുകളിലോട്ട് എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എന്താ ഒരു സ്ക്രീൻ സേവർ പോലെയൊക്കെ നമുക്ക് എടുക്കാം. സ്പെഷ്യലി ഫ്ലവറിംഗ് ടൈമിൽ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അതെ, റോഡൊന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അത് നമുക്ക് ഹിസ്റ്ററിക്ക് വൈ ഇറ്റ് ഈസ് ടവർ റോഡ്. അപ്പോൾ ഓരോ സ്ട്രീറ്റിന് എന്തുകൊണ്ടാണ് പേരിട്ടു, അതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററിയോട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ. കാരണം മുമ്പ് ഇതിൻ്റെ എൻഡിലായിരുന്നു ടവർ ഹൗസ് ഉണ്ടായിരുന്നത്. ഈ ഷിപ്പ് വരുന്ന സമയത്ത് ഈ ലൈറ്റ് ഹൗസും ടവർ ഉണ്ടായിരുന്നല്ലോ, ആ ഫ്ലാഗ് കെട്ടി വെക്കുന്നതും അതിൻ്റെ അടുത്ത് ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ടവർ റോഡ് എന്നുള്ള പേര് വരാൻ കാരണം. ഇതിപ്പോൾ തന്നെ ഓപ്പൺ അങ്ങനെ ജയിലുണ്ടെന്നുള്ളത് ഓപ്പൺ സാധാരണ ദിവസങ്ങളിൽ യു കുഡ് സീ ഹൗ എ ജയിൽ ലുക്സ് ലൈക്ക്. സോ അതാണ് ഈ ഫോർട്ട് കൊച്ചി ജയിലാണ്. ഇതിൽ വളരെ കാരണം ഈ ഞാൻ പറഞ്ഞില്ല, ഫോർട്ട് കൊച്ചിക്ക് ഒരു ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി ഉണ്ട്. ആ സമയത്ത് പ്രത്യേകിച്ച് ഈ ഫോർട്ട് കൊച്ചിയിലെ ലേഡീസാണ് പണ്ട് ഈ എന്താ പറയുക ലിക്കറിനെതിരെ ആദ്യമായിട്ട് പ്രവർത്തിച്ച ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഫോർട്ട് കൊച്ചിയിലായിരുന്നു. പണ്ട് അതൊരു റെവല്യൂഷനായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഇറ്റ്സ് എ ഫസ്റ്റ് ലേഡീസ് മൂവ്മെൻറ്റ് എഗനിസ്റ്റ് ലിക്കർ എന്താ പറയുക ഇതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് ഈ ഫോർട്ട് കൊച്ചിയിലാണ്. ആ സമയത്ത് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ കൂടെയാണ് മഹാത്മാഗാന്ധി വന്നത്. അപ്പോൾ ആ ഫ്രീഡം സമയത്തൊക്കെ it was used as a Fort Kochi jail. Now it is shifted to Mattancherry near the it used to be a Swiss brokerage house. പണ്ട് നമ്മുടെ വോൾട്ടാസില്ലേ, ഇപ്പോൾ ഒരു കമ്പനിയില്ലേ വോൾട്ടാസ്, ആ വോൾട്ടാസ് എന്ന് പറയുന്നത് മറ്റേ വോൾക്കാട്ടും പ്ലസ് ടാറ്റയും കൂടെ ചേർന്നുള്ള ഇതാണ് വോൾട്ടാസ് എന്നുള്ള ഇത്. അതിനു മുമ്പ് അവരുടെ ബിൽഡിംഗ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതാണിത്. ഡിസൈൻ എല്ലാം ഡച്ച് സ്റ്റൈലിൽ ബിഗ് പോർട്ടുഗീസ് ആൻഡ് ഡച്ച് സ്റ്റൈലിൽ മിക്സ് ആണത് ആർക്കിടെക്ചർ. ബിഗ് വിൻഡോസ് ആൻഡ് കർവ്ഡ് ഡോർസ്. നമ്മുടെ സാധാരണ ഉള്ള ആർക്കിടെക്ചർ അല്ല. അറ്റ് ദ മൊമെന്റ് ദിസ് ഇസ് എ സ്കൂൾ.
പിന്നെ ഇവിടെ പ്രത്യേകത എന്താണെന്ന് അറിയാം, എൻ്റെ കാഴ്ചപ്പാട് ഞാൻ ഇതുവരെക്കും കണ്ടേക്കണില്ല. ഈ കലയോട് ഭയങ്കര കമ്പമാണ് ഈ ഫോറിനേഴ്സിന്. ഞാൻ മതിലുകൾ ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്ന മതിലുകളുണ്ടല്ലോ, അതിൽ ഞങ്ങൾ പടം വരക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. അതായത് അവരെ കൊണ്ട് പെയിന്റിങ് ചെയ്യണം, നമ്മൾ തന്നെ പെയിന്റിങ് ചെയ്യണം, ഇങ്ങനെ വെറുതെ വൃത്തിയേടാക്കി കിടത്താതെ അല്ലേ? ഈ ബിനാലയിലേക്ക് കൂടുതലും അങ്ങനെയുള്ള ബിനാലക്ക് ഞാൻ എതിരാണ്. എന്താണത്? കാരണം ഡിപ്ലോമ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിയിലുള്ള ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ പ്രശ്നമുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ വരച്ച് പ്രതിഷേധിച്ച് മരത്തിൽ ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തതാണ് ഈ മരത്തിലൊക്കെ. അല്ല, ഇവിടെ ഇപ്പം നടക്കോ ഇല്ലയോ എന്നുള്ള ഇത് ചേട്ടൻ ഇവിടെ പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ നടക്കോ ഇല്ലയോ എന്നുള്ള കാര്യം പറയേണ്ട കാര്യമില്ല. ഇത്രയും ഭംഗിയായിട്ടാണ് ഇവിടെയൊക്കെ പെയിന്റിങ് ചെയ്തിരിക്കുന്നത്. ചേട്ടന് ബിനാലയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള അങ്ങനെ ഒരു ചിന്ത വരാൻ കാര്യം എന്താണ് മെയിനായിട്ട്? എനിക്ക് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഡിപ്ലോമ വേണം, അല്ലാതെ എടുക്കൂല. അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ? അത് ശരി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാരെ എടുക്കാൻ തുടങ്ങി ഈ എൻ്റെ ഈ പ്രശ്നങ്ങൾ. People do come out in the evening, play guitar, and they have like this is where used to be a lot of Anglo-Indians used to live also. So this used to be a neighborhood of Anglo-Indians. So it was a very lively street. That's why it's called Princess Street, which means it's beautiful. അതും കോട്ടർ ഫാമിലി ആയിരുന്നു, ജൂയിഷ് ഫാമിലി ഹൗസ്. ഇതും ജൂയിഷ് ഫാമിലി ഹൗസ്. More than 200 years old. So this is an old brick that belongs to one of the richest family, Jewish family in Portuguese. So there were the Alegua family and the Cuni family. Now it's present is the Cuni family, and they used to own that house and this house also. So that is why. Similar to this, collecting all the pictures, and already we have a costume and law. But whatever heritage that they have left, if we could recreate something like this, it would be much better. We could see even the old picture. അവരുടെ ഇതാണ് ബർഗർ സ്ട്രീറ്റ്. അവർ സാധാരണ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ബേക്കിങ്ങും തുണി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. ആ സ്ട്രീറ്റാണ്. മെയ്ഡ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് ലാറ്ററൈറ്റ് സ്റ്റോൺ. ഈവൻ ഫോർട്ട് വരെ അതാണ് ചെയ്യുന്നത്. അതാണ് ഈ പഴയ ലാറ്ററൈറ്റ് ബിൽഡിങ്. 1990s of Fort Kochi. It became the hub of artists, and it is started by a guide called Anup Skaria. He's no more, unfortunately. So he and his wife, she's from St.Francia, USA, and they started like a small cafe, which is something like different from out of the way and out of the box thinking. നമ്മളെ അതായത് ഇങ്ങനെ ചരിഞ്ഞ് നമുക്ക് ട്രഡീഷണലി ഒരു അഗ്രഹാര സ്റ്റൈലിൽ ഉണ്ട്, പക്ഷേ അത് താഴെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ചരിഞ്ഞിരിക്കാവുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഓൾഡൻ സ്റ്റൈലാണ്. കാരണം ഇൻ ദ ഓൾഡൻ ഡേയ്സ് ദർ ഈസ് നോ ഇലക്ട്രിസിറ്റി. സോ പീപ്പിൾ യൂസ് ടു സിറ്റ് ഔട്ട്സൈഡ് ഇൻ ദ ഈവനിങ് ആൻഡ് ദേ വിൽ ടോക്ക്. ഓൾ ദ സ്ട്രീറ്റ് പീപ്പിൾ വിൽ ടോക്ക് വിത്ത് ദ മ്യൂസിക്. So just can you imagine like it's like 100 200 years back, entire street they will sit here and they will be singing, and so that vibe is something very അതുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഇതിനെ പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറയാൻ കാരണം. ഇതും നല്ലൊരു ലോഫേഴ്സ് കോർണർ കഫേ, നല്ലൊരു കഫേയാണ്. സംതിങ് വിച്ച് യു കുഡ് ട്രൈ വിത്ത് എ ഗസ്റ്റ്.
It's a nice hangout, this loafers corner. Please come. So this you can see our Kashmiri brothers. Huh? Bhaiya, Sophie. Okay. So നിങ്ങൾ കാശ്മീരീസിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, വരും പരിചയപ്പെടും. കുട്ടികളെ അറിയാലോ, they are all from Kashmir. സംസാരിക്ക്. ഇവര് we are actually part of Bhaiya heritage walk. So പേര് പറ. Okay, tell you their name. Sahil. Sahil. And that's my shop. So you can see they are much more fair in color, and because you know their climate and their food and all these things. Color to the tourism as well as the heritage of the city. So you can see Fort Kochi has a mix of all the people. It welcomes people from everywhere. So that is why we have people from there. So you see, just imagine they are from almost 4,000 kilometers from here. They are coming here and they are doing business here. And so usually what happens is in the lean time, like in the April when there is no guest, they do go to their village. भैया जी रिंग के अंदर देखेंगे നോക്കിക്കോളൂ അതിന്റെ വ്യത്യാസം സാറേ മറ്റേ വീഡിയോ എടുക്കുന്ന സാർ നോക്കി ആ മോതിരം നോക്കിയോ भैया हम हेरिटेज टूर है डिपार्टमेंट के लिए आपका This is a real pashmina. It goes through the ringer without any touch or anything. So you can pass two more. അതാണ് Then you can pass two more. This is not the real. That's the original Kashmir. തൊട്ട് നോക്കിയേ ഇതെന്ന് പറയുന്നത് is a special goat. ആ ഗോട്ടിന്റെ Baby goat from a chin portion. Chin portion. And rest the normal ones are like with the mix and all. This is same only. This is handmade. This is hand done. This is also hand done. Only there is, you know, you see this work. This is fully hand done. There is no even one touch of machine. And this is like a simple one. There is no work, nothing. It's just the simple. So that's how you check the quality of the Even there is one more thing, you know, if you want to see it is real or not, you know, when you burn the human hair, you know the human hair smell. So you just take some feathers from here out and just burn it. It should give same like a human hair smell. So that's how you check the quality of the that's what you can. Even silk also, it's almost the same. They have same, you know, like smells and all. So you can see. And rest it comes like a normal viscose and all, you know. Like that one is a mixed one? Mixed with the viscose or silk and pashmina. So it comes with a different styles and different quality. But the finest one always we keep in the box, because not everyone, it's just few people who like to know real one or who have a knowledge. So they are going for something. Tell us the price cost also. Yeah, like something like this, it is starting from 4,000 rupees. Then there is no limits. And there is different prices. And the viscose stuff will start 500, 300. And there is also no, you know, like they want to buy lower ones, upper. There is all the ones. But the finer ones are here and here. So, which is something really nice. So usually all the film stars, Europeans, they want once in lifetime to buy a pashmina. If you come to India, you should buy a pashmina or a carpet, because that's a biggest gift that you can give to the next generation. This pashmina you can give to children and the next generation, and that's why it's a very special. Anyway, you can. Then he stayed in Calicut, and 3 times he came to Cochin. In 1524, on Christmas time, like November, December time, he became ill. And then 1524 on a Christmas Eve, he died here, and they buried his body inside this church. This church is called St.Francia Church. And so the last days of Vasco da Gama, we believe, is here.
saw many movies. Prithviraj. നമ്മളുടെ ഈ ഒരു ഹെറിറ്റേജ് വാക്കിന് പല മേഖലയിലുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ടൂറിസം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ, ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മളുടെ കൂടെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് അവരോട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം. നിങ്ങൾ എവിടെ പഠിക്കുന്ന കുട്ടികളാണ്? ഞങ്ങൾ സേക്രഡ് ഹാർട്ട് തേവര. എന്തിനാണ് പഠിക്കുന്നത്? ഫിസിക്സ്, BSc ഫിസിക്സ്. ഓക്കെ. എങ്ങനെ ഇതിനെക്കുറിച്ച് അറിയാനും ഇതിലേക്ക് വരാനുള്ളൊരു? ഞങ്ങളൊരു ക്ലബിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ക്ലബിൻ്റെ പേര് ഏജ് ഫ്രണ്ട്ലി ക്ലബ് എന്നാണ്. അപ്പം ഞങ്ങളിങ്ങനെ കുറേ ഒരു 25-30 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഈ ഫോർട്ട് കൊച്ചിനെ കുറിച്ചൊന്ന് പഠിക്കാനും അതിൻ്റെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിട്ടുണ്ടോ? ഫോർട്ട് കൊച്ചിയിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഫോർട്ട് കൊച്ചി വന്നിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഡീപ്പായിട്ട് വരുന്നത് അത് ആദ്യമായിട്ടാണ്. എന്തെങ്കിലും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയായിരുന്നു ഇവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ? ഇപ്പോഴാണ് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നത്. ഇപ്പോൾ സാറൊക്കെ ആണെങ്കിലും നമ്മളെ അത്ര നന്നായിട്ടാണ് ലീഡ് ചെയ്യുന്നത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നു. ഓക്കെ. എന്താ പേര്? ഡൈനോര. എന്താ മോളുടെ പേരെന്താ? സൂര്യ. ആണോ? എന്ത് തോന്നുന്നു ഈ ഒരു വാക്കിനെ കുറിച്ച്? എന്താണ് അഭിപ്രായം? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇത്രയും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് ഇപ്പോഴാണ്, ആദ്യമായിട്ടാണ് അറിയുന്നത്. ഓക്കെ. മോളുടെ പേര്? മെർലിൻ. മെർലിൻ. ഓക്കെ. എന്താണ് ഈ ഒരു വാക്കിൽ വന്നതിന് ശേഷം എന്താണ് നമ്മളുടെ ഒരു ഫോർട്ട് കൊച്ചിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഐഡിയ മാറിപ്പോയോ അതോ എന്താണ്? ഞാൻ ഫോർട്ട് കൊച്ചിയിൽ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ട് വരുമ്പോൾ തന്നെ ഇത്രയും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സർവേയും കൂടി എടുക്കാൻ മീൻസ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും എന്നുള്ളൊരു സജഷൻ കൂടിയുണ്ട്. എന്താണ് അഭിപ്രായം ഈ ഒരു ഹെറിറ്റേജ് വാക്കിനെ? ഓക്കെ, എൻ്റെ ഫസ്റ്റ് ടൈം വോക്കാണ്. പിന്നെ ഞാൻ സോഷ്യോളജി സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ലൈക്ക് എനിക്ക് വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഒരു നല്ല രീതിയിലൊരു എക്സ്പ്ലോറേഷൻ തന്നെയായിരുന്നു. ഹിസ്റ്റോറിക്കൽ ആണെങ്കിലും അല്ലെങ്കിലും ഒരു വ്യൂ വൈസ് ആണെങ്കിലും കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. പിന്നെ ലൈക്ക് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ആസ് എ ഫോറിനറിൻ്റെ സൈഡ് നോക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇത് നമ്മളുടെ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷന് തൊട്ട് സൈഡിലുള്ള ഒരു സ്ട്രീറ്റ് ഫുഡ് കഫേയാണിത്. ഒത്തിരി കഫേസ് ഉണ്ട് ഇവിടെ, പലതും തുറന്നിട്ടില്ല. നിങ്ങളിവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് നടത്താൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടുണ്ടോ? ഞാനിപ്പോൾ ഒരു 10 വർഷമായി നടത്താൻ തുടങ്ങി. ആണോ? എൻ്റെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നതാണ്. ഓക്കെ. ഇവിടെ സെർവ് ചെയ്യുന്ന ഇത് ഇവിടെ മെയിനായിട്ട് സീ ഫുഡാണ് ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടുകാർക്ക് ഇപ്പോൾ എറണാകുളത്ത് നിന്നുള്ള ആളാണെങ്കിൽ മറ്റുള്ള സൈഡിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് പൊതുവേ ഫോർട്ട് കൊച്ചിയിൽ വരുമ്പോൾ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നുള്ളൊരു ഫീൽ ഉണ്ട്. ഇവിടെ വിദേശികളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാകുമ്പോൾ ഇങ്ങോട്ട് അടുക്കാൻ തന്നെ ഒരു പേടിയുണ്ട്. അത് ആൾക്കാരുടെ തോന്നലാണ്. കാരണം നമ്മുടെ ഇവിടെ വന്ന് അതിനെക്കുറിച്ച് അറിഞ്ഞാലും മനസ്സിലാവുള്ളൂ. ഫിഷ് എന്ന് പറഞ്ഞ സാധനത്തിന് ഓൾറെഡി എക്സ്പെൻസീവ് ആണ്. നമ്മൾ അവിടെ പോയി ഫ്രഷ് രാവിലെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവിടെ കുക്ക് ചെയ്തിട്ട് എടുക്കുന്ന പൈസ മാത്രമേ നമ്മൾ ഈടാക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുന്ന മീനിന്റെ പ്രൈസും നമുക്ക് ഇവിടുത്തെ കുക്കിംഗ് ചാർജും മാത്രമാണ് നമ്മൾ ആ മീനിൽ ഇടുന്നത്. അല്ലാണ്ട് അതിനപ്പുറത്ത് നമ്മുടെ ബീച്ചിന്റെ അവിടെ പോയിക്കുന്ന കുറെ ഫിഷ് തട്ടുകളുണ്ട്. ഫിഷ് അവിടെ നിന്ന് നിങ്ങൾ ഇഷ്ടമുള്ള മീൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ കുക്ക് ചെയ്ത് പെർ കിലോ 150 രൂപ. ഓ, അത്രയും നിങ്ങൾ ചാർജ് ചെയ്യുന്നുള്ളൂ ഈ കുക്ക് ചെയ്ത് തരുന്നതിന്? പെർ കിലോ 150 എന്ന് പറഞ്ഞാൽ സാറിന് ചിലപ്പോൾ 1 കിലോ മീൻ കൊണ്ടുവന്നിട്ട് പകുതി ഫ്രൈയും പകുതി ഗ്രില്ലാക്കാൻ അല്ലെങ്കിൽ കറിയാക്കാനായിരിക്കും, പല പോർഷൻ ചെയ്യാനായിരിക്കും. അപ്പോൾ ഒരു പോർഷന് 100 രൂപ വെച്ചിട്ട് ചാർജ് ചെയ്യും. ഓ, അത് ശരി. അങ്ങനെയാണ്. എന്താണ് ഷോപ്പിന്റെ പേരെന്താണ്? എൻ്റെ ഷോപ്പിന്റെ ഒരു കേരള കഫേ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളുടെ ഹെറിറ്റേജ് വാക്ക് ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളം ഇവിടെ ഇരിപ്പുണ്ട്. ഇവരോട് ചോദിക്കാം ഇവരുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ഉള്ളത്. മോനെ പറ. ഇവിടെ വന്നിട്ട് ആദ്യം മോൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ, അച്ഛൻ്റെ കൂടെ വന്നിട്ടില്ലേ? ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ടില്ലേ? ഇതെടുക്കും, മാസ്ക് മാറ്റ്. ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ടുണ്ട്. ആണോ? എന്നിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി? ഇപ്പം ഇവിടെ ഈ അങ്കിൾമാരൊക്കെ പറയണ കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലായിരുന്നു? ആരുടെ വീടാ കണ്ടത് നേരത്തെ? യേശുദാസ്. പേര് പറഞ്ഞു. മോനിഷ്ടമായി വാക്ക്? എനിക്കിഷ്ടമായി. നടക്കാനൊക്കെ പോകാറുണ്ടോ? ഇല്ല, ഞാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് വന്നത്. മോൻ്റെ പേരെന്താ? ടോം അല്ലേ? ഓക്കെ. ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ മുമ്പ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ വോക്കിനായിട്ട് ഇത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയായിരുന്നോ? അങ്കിൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ? പറഞ്ഞതൊക്കെ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു തന്നതൊക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. മോനിഷ്ടമായി ഇവിടെ വന്നിട്ട്? ഫ്രണ്ട്സിനോടൊക്കെ ചെന്ന് പറയൂ, ഇനി സ്കൂളിൽ ചെല്ലുമ്പോൾ ഞാൻ ഫോർട്ട് കൊച്ചിയിൽ വന്നതൊക്കെ കണ്ട് യേശുദാസിൻ്റെ വീട് കണ്ടെന്നൊക്കെ പറയോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാം ഇവിടെ വെച്ച് തീർക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much for watching. See you next time.